അമിതവണ്ണം ആപത്താണ്. അത് മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും ഒരുപോലെ തന്നെയാണ്. അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പെറ്റ്സിനുണ്ടാവുന്ന ഒബീസിറ്റിയെ കുറിച്ചാണ്. തടി കൂടുന്ന പെറ്റ്സിനെ കാണാൻ വളരെ നല്ലതായിരിക്കും, പക്ഷേ അവർക്ക് വരുന്ന ഫ്യൂച്ചറിലെ പ്രോബ്ലംസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ പെറ്റ്സിന് ഒബീസിറ്റി ഉണ്ടാവാനുള്ള മെയിൻ റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ പെറ്റ്സിന് കൂടുതലായിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുക്കുന്നത്, അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്സ് നമുക്ക് കൊടുക്കുന്നത് വഴി നമ്മുടെ പെറ്റ്സ് ഒരുപാട് വണ്ണം വെക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ പെറ്റ്സിന്റെ ഫുഡിൽ ഫാറ്റിന്റെ അളവ് കൂടിയിട്ട് ഫൈബർ കുറയുന്നത് വഴിയും അവർ വണ്ണം വെക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എക്സസൈസ് ഒന്നും പ്രോപ്പറായിട്ട് കൊടുക്കാത്ത പെറ്റ്സിന് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ പെറ്റ്സിന് ഒബീസിറ്റി കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ആർത്രൈറ്റിസ് ഉണ്ടാവും, കാർഡിയാക് പ്രോബ്ലംസ് ഉണ്ടാവും, ഡയബറ്റിക്സ് ഉണ്ടാവും. ചില പെറ്റ്സിന് അനസ്തേഷ്യ പോലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചില പെറ്റ്സിന് ഒബീസിറ്റി ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ മേ ബി അവരുടെ ജനറ്റിക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ചില പെറ്റ്സിന് മെഡിക്കൽ കണ്ടീഷൻ കൊണ്ടും ഒബീസിറ്റി ഉണ്ടാവാറുണ്ട്. അതായത് മെഡിക്കൽ കണ്ടീഷനകത്ത് വരുന്ന ഹൈപ്പോതൈറോയിഡിസം, കുഷിൻ സിൻഡ്രോം ഇതുപോലത്തെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടും നമ്മുടെ പെറ്റ്സ് തടി വെക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ പെറ്റ്സിന്റെ ഒബീസിറ്റിയുടെ കാരണം എന്താണെന്ന് കണ്ടെത്തി ട്രീറ്റ്മെന്റ് നൽകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ പെറ്റ് പാരൻസുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.